Why don't I send you a flight? Why don't I actually send you a special flight so that you can come with your team? So he said, he was taken aback. He was surprised. He said, are you serious? I said, I'm very serious. Then he said, can I announce it to the press? Can I actually tell the press in Kerala that minister from Telangana has offered to fly me in? So I said, please do share it, but with one condition. Please tell them before you are boarding the flight. Because otherwise Kerala government will come and sit right in front of your house and office and they'll not let you go. So obviously I would want that not to happen. Before you board the flight, please announce it to the press. So that's exactly what he did. So we spoke on a Tuesday. He was here on Friday or Thursday, I think it was Friday. He was here on Friday morning. He landed at Begumpet by 11 o'clock. As soon as he landed, we met almost for an hour and a half. And then we actually had lunch together. Then he flew out to Warangal and he saw the location. നമസ്കാരം സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, തെലങ്കാനയിലെ IT വ്യവസായ മന്ത്രി KT രാമറാവുവിൻ്റെ ഒരു പ്രഭാഷണം കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഒരു 3-4 ദിവസമായി, കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപെയാണ് ഈ പ്രഭാഷണം പുറത്തു വന്നത്. എൻ്റെ ഒരു സുഹൃത്തുക്കളുടെ ഗ്രൂപ്പിൽ നിന്നാണ് ഈ വീഡിയോ ഞാൻ കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് ഞാനത് മുഴുവനായിട്ട് ഇരുന്ന് കേട്ടത്, അദ്ദേഹം എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച്. സത്യം പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അമേസിങ്. ഇങ്ങനെയായിരിക്കണം ഒരു മന്ത്രി. ഒരു സംസ്ഥാനത്തിന് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വകുപ്പ്, ആ വകുപ്പ് ആ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനകരമാക്കാം എന്ന് കൃത്യമായി നമുക്ക് നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുന്ന ഒരു നല്ല പ്രഭാഷണം. ആ പ്രഭാഷണം നമ്മുടെ സാബു ജേക്കബ് എന്ന് പറയുന്ന കിറ്റെക്സിൻ്റെ മുതലാളി, അദ്ദേഹം ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചു എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ ഇനി കൂടുതൽ പണം മുടക്കില്ല, നിക്ഷേപം ഇറക്കില്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ KT രാമറാവു തെലങ്കാനയിലെ വ്യവസായ മന്ത്രിയുടെ ഒരു പ്രഭാഷണം, അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു ദിവസം ഒരു 14-15 പബ്ലിക്കേഷൻസ്, ബിസിനസ്, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പുസ്തകങ്ങളും ട്വിറ്ററും ടെലഗ്രാം എല്ലാം അദ്ദേഹം ദിവസം ഒരുപാട് തവണ അദ്ദേഹം ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. കാരണം അതാണ് എൻ്റെ ജോലി. എൻ്റെ കുടുംബക്കാർ പറയും ഞാൻ കൂടുതൽ സമയം മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ല, എൻ്റെ ജോലി അതാണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക്, ഈ സംസ്ഥാനത്തിന് എങ്ങനെ ഗുണകരമാകും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമുക്ക് ആ പ്രഭാഷണം കേട്ടാൽ മനസ്സിലാവും. അദ്ദേഹം പറയുന്നു, ഞാനൊരു പത്രത്തിൽ കണ്ട ഒരു കോളം വാർത്തയിൽ, ഒരു ബോക്സ് ന്യൂസിൽ കിറ്റെക്സിൻ്റെ MD സാബു ജേക്കബ് കേരളം വിടുന്നു എന്നൊരു വാർത്ത അതിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിനോട് പറഞ്ഞു ഇദ്ദേഹത്തെ ഒന്ന് കാണണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞു. ഈ IT മന്ത്രി നേരിട്ട് കിറ്റെക്സ് സാബുവിന് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നു, ഞാൻ തെലങ്കാനയിലെ IT മന്ത്രി KT രാമറാവു ആണ്, ഐ വാണ്ട് ടു മീറ്റ് യു, എനിക്ക് നിങ്ങളെ കാണണം, അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് സംസാരിക്കണം എന്നുള്ള രീതിയിൽ. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുകയാണ്, അദ്ദേഹം എനിക്ക് മറുപടി അയച്ചില്ല, പിറ്റേ ദിവസം വരെയും എനിക്ക് മറുപടി അയച്ചില്ല. കാരണം ഞാൻ ഈ ഒരു സംസ്ഥാനത്തിലെ മന്ത്രിയാണെന്ന് പറഞ്ഞ ഒരാൾ സാധാരണഗതിയിൽ ഒരു മെസ്സേജ് അയക്കുമെന്ന് അദ്ദേഹവും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് ഒറിജിനലാണോ ഫേക്ക് ആണോ എന്ന് അറിയാത്തതുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ പിറ്റേ ദിവസം ഈ പേഴ്സണൽ സ്റ്റാഫ് ഒരു കോൺഫറൻസ് കോൾ ചെയ്തു. കിറ്റെക്സ് സാബു, തെലങ്കാനയിലെ IT മന്ത്രി, ഈ പേഴ്സണൽ സ്റ്റാഫ്, ഇവർ 3 പേരും കൂടിയിട്ടുള്ള ഒരു കോൺഫറൻസ് കോൾ. ആ കോൺഫറൻസ് കോളിൽ ഇവർ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ട്, ഇങ്ങനെ ഒരു മന്ത്രി നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തെലങ്കാനയിലേക്ക് വരണം, ഇവിടുത്തെ സർക്കാർ എത്രത്തോളം വ്യവസായങ്ങളെ അനുകൂലിക്കുന്നതാണ്, ഇവിടെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സേ ഉള്ളൂ, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന എല്ലാ വിഷയവും അവർ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ ടെലിഫോണിൽ കൂടെ സംസാരിക്കുന്നത് അതൊരു ചെറിയൊരു വിഷയം മാത്രമാണ്, നമ്മൾ നേരിൽ കാണാം, അങ്ങക്ക് എന്തുകൊണ്ട് ഹൈദരാബാദിലേക്ക് വന്നുകൂടാ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇവിടെ കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്ത് ഇവിടുന്ന് വരാം, അങ്ങനെയുള്ള സമയമെടുക്കും, ഞാൻ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വന്നോളാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒട്ടും ആലോചിക്കുക പോലും ചെയ്യാണ്ട് അദ്ദേഹം തന്നെ പറയുന്നു, എന്തുകൊണ്ട് ഞാനൊരു ഫ്ലൈറ്റ് നിങ്ങൾക്ക് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ വന്നൂടെ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രി വേറൊരു സംസ്ഥാനത്തുള്ള ഒരു വ്യവസായ പ്രമുഖൻ എന്ന് പറയാം, കിറ്റെക്സ് സാബു ഒരു വ്യവസായ പ്രമുഖൻ, അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ഞാൻ വിട്ടുതരാം, നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്നാണ്. കിറ്റെക്സ് സാബു
അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിൽ വളരെ രസകരമായി എനിക്ക് തോന്നിയ അല്ലെങ്കിൽ വളരെ അർത്ഥവത്തായിട്ട് തോന്നിയ ഒരു സംഭവമാണ്. കിറ്റക് സാബു ചോദിക്കുന്നു, എങ്കിൽ ഞാൻ ഇത് ഇവിടുത്തെ പത്രക്കാരോട് ഞാൻ അനൗൺസ് ചെയ്തോട്ടെ, ഞാൻ തെലങ്കാനയിലേക്ക് വരികയാണ്, അവിടെ നിന്ന് എനിക്ക് ഫ്ലൈറ്റ് തരുന്നുണ്ട്, എന്നെ അവർ വളരെ വാം വെൽക്കം ചെയ്തിരിക്കുകയാണ് എന്ന് ഞാൻ ഇവിടുത്തെ പത്രക്കാരോട് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഷുവറായിട്ട് നിങ്ങൾക്ക് പറയാം, നിങ്ങൾ എല്ലാ പത്രക്കാരോടും അവിടെ എല്ലാവരെയും അറിയിച്ചോളൂ, പക്ഷേ നിങ്ങൾ അറിയിക്കുന്നത് ഫ്ലൈറ്റിൽ കയറാൻ ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം മാത്രമായിരിക്കണം എന്നൊരൊറ്റ കണ്ടീഷനേ ഉള്ളൂ എന്ന്. ആ കണ്ടീഷൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. കാരണം അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ അനൗൺസ് ചെയ്താൽ, ഞാൻ നാളെ പോകുന്നു അല്ലെങ്കിൽ മറ്റന്നാൾ പോകുന്നു എന്ന് അനൗൺസ് ചെയ്താൽ, സംസ്ഥാന സർക്കാരും അവരുടെ ആൾക്കാരും നിങ്ങളുടെ വീടിന് മുമ്പിൽ വന്നിരിക്കും, നിങ്ങളെ പോകാൻ സമ്മതിക്കില്ല എന്ന് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ വ്യവസായ മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്. സത്യത്തിൽ നമ്മുടെ ഈ വാർത്തയുടെ ഉദ്ദേശം നമ്മുടെ സംസ്ഥാനം മോശമാണ്, നമ്മുടെ സംസ്ഥാന സർക്കാർ മോശമാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതിനെ കഴിവില്ല എന്നുള്ള ഒരു അർത്ഥവും ഞാൻ ഇതിൽ പരാമർശിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരമൊരു മീനിങ് മനസ്സിൽ വെച്ചിട്ടല്ല ഞാൻ ഈ വാർത്ത ഇപ്പോൾ പറയുന്നത്. കാരണം മറ്റൊരു സംസ്ഥാനത്തിൻ്റെ മന്ത്രി ഇത്തരത്തിൽ പറയണമെങ്കിൽ അദ്ദേഹം ഇവിടെ എത്രത്തോളം പഠിച്ചിട്ടാണ് ഇദ്ദേഹത്തെ കോൾ ചെയ്തത്, ഇദ്ദേഹത്തെ ഈ മീറ്റിങ്ങിന് വിളിച്ചതെന്ന് ആലോചിക്കണം. തിങ്കളാഴ്ച വിളിച്ചു, ചൊവ്വാഴ്ച വരെ നമ്മൾ കോൺഫറൻസ് കോൾ ഇട്ടു, വെള്ളിയാഴ്ച ഫ്ലൈറ്റ് പറഞ്ഞയക്കുന്നു, ഇദ്ദേഹം ഹൈദരാബാദിലേക്ക് പോകുന്നു, വാറങ്കലിലേക്ക് ആ സ്ഥലം കാണാൻ പോകുന്നു, ഈ മിനിസ്റ്ററുടെ കൂടെ ഉച്ചയ്ക്ക് ഒരുമിച്ച് അവർ ഭക്ഷണം കഴിക്കുന്നു, ഈ വാറങ്കൽ എന്ന് പറയുന്ന ഈ വ്യവസായ പ്രദേശത്തേക്ക് പോകുന്നു, ഇദ്ദേഹം അവിടെ ചെന്ന് ആ സ്ഥലമെല്ലാം കണ്ടു, അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കി കൊടുക്കാൻ ആ സർക്കാരും ഈ IT ടെക്സ്റ്റൈൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഓഫീസേഴ്സും അവരുടെ കൂടെ ഉണ്ട്, ഒരു ടീമായിട്ട്. ഇവർ പറയുന്നു, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ഇവിടെ ചെയ്തു തരാം, നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അയാൾ ആദ്യം തന്നെ പറയുന്നു, ഞാൻ നാട്ടിൽ 3500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയാണ് ഒഴിവാക്കിയിരിക്കുന്നത്, ഞാൻ അത്രയൊന്നും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനൊരു 1000 കോടി ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. അവർ വളരെ മോസ്റ്റ് വെൽക്കം ചെയ്തു. ഓക്കെ, 1000 കോടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ, നല്ല കാര്യം, ഒരുപാട് പേർക്ക് ആയിരങ്ങൾക്ക് ജോലി നൽകും. തെലങ്കാനയിലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജോലി സേഫാണ്. അദ്ദേഹം തയ്യാറായി. പിറ്റേ ദിവസം വേറൊരു സ്ഥലം കൂടി പോയി കാണിച്ചു കൊടുക്കുന്നു. ഒരു സ്ഥലം പോയി കാണുന്നു. അദ്ദേഹം ആ സ്ഥലം കണ്ടതിന് ശേഷം അദ്ദേഹം പറയാണ്, ഞാൻ 1000 കോടിയാണ് നിക്ഷേപിക്കാൻ വിചാരിക്കുന്നത്, പക്ഷേ കുറച്ചും കൂടി നിക്ഷേപിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇതാണ്, ഈ 2 സ്ഥലത്തും ഞാൻ 2 വ്യവസായ സ്ഥാപനങ്ങൾ, 2 വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങളുടെ ഇത്രയും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിലും എനിക്ക് തന്ന ബഹുമാനത്തിലും എന്നെ നിങ്ങൾ എങ്ങനെ പരിഗണിച്ചു, അതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 2400 കോടി രൂപ തെലങ്കാനയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്നാണ് സാബു ജേക്കബ് അവരോട് അപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു വാക്കുകൂടി പറയുന്നു, ഞാൻ 22,000 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 ടെക്സ്റ്റൈൽ വ്യവസായ പാർക്കുകൾ 2 എണ്ണം കൊണ്ടുവരുമ്പോൾ തെലങ്കാനയിലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തെലുങ്കന്മാർക്ക് 22,000 പേർക്ക് ഉറപ്പായും ജോലി നൽകുമെന്നുള്ള എഗ്രിമെൻ്റാണ് അവിടെ അദ്ദേഹം വെച്ചിരിക്കുന്നത്. 2400 കോടി രൂപയാണ് അദ്ദേഹം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 22,000 പേർക്ക്, ശ്രദ്ധിക്കണം, 22,000 പേർക്ക് നേരിട്ട് ജോലി കൊടുക്കുന്നു ആ സ്ഥാപനത്തിൽ. ഇതുമായി അനുബന്ധമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ 18,000 പേർക്ക് കൂടെ അതിൻ്റെ കൂടെ ജോലി ലഭിക്കുന്ന പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ മൊത്തം 40,000 പേർക്ക് ജോലി. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, 40,000 മലയാളികളുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ആ സ്ഥാപനം കേരളത്തിൽ തന്നെ നടക്കുകയാണെങ്കിൽ 40,000 മലയാളികൾക്ക് ജോലി ലഭിക്കാവുന്ന ഒരു പദ്ധതി ഇല്ലാതായിരിക്കുന്നു. നിരന്തരം ഉള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് ബ്യൂറോക്രസിയുടെ ഭാഗത്തുനിന്നും മറ്റ് ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഇദ്ദേഹം തന്നെ പറയുന്ന പോലെ നിരന്തരം അനുഭവിച്ച പീഡനങ്ങൾക്കൊടുവിൽ അദ്ദേഹം കേരളത്തിലെ പദ്ധതികൾ ഒന്നൊന്നായി ഉപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ മലയാളികൾക്ക്, പ്രത്യേകിച്ചും ഈ കോവിഡ് കാലത്ത് നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ഒരു ജോലിക്ക് ബുദ്ധിമുട്ടുന്നു. IT ജോലി ഉണ്ടായിരുന്ന ആൾ റോഡ് സൈഡിൽ മാരുതി വാനിൻ്റെ ബാക്കിൽ ബിരിയാണി പൊതി വിറ്റുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അത്രയും ബുദ്ധിമുട്ടുള്ള ഈ സമയത്ത് 40,000 പേർക്ക്, മിനിമം 40,000 പേർക്ക്, അതായത് 22,000 പേർക്ക് ഡയറക്റ്റായിട്ട് തൊഴിൽ കൊടുക്കാൻ എഗ്രിമെൻ്റ് ചെയ്തിട്ടുള്ള ഈ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ നമ്മുടെ സർക്കാരിന് സത്യം പറഞ്ഞാൽ കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും, നമ്മളെപ്പോലെ പൊട്ടക്കിണറ്റുള്ള തവളകൾക്ക് ഇത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് നടക്കുന്നതെന്ന്. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും കാണണം. ഈ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ
അദ്ദേഹത്തിൻ്റെ ഈ KT രാമറാവു എന്ന തെലുങ്കാനയിലെ IT വ്യവസായ മന്ത്രിയുടെ പ്രസംഗം, ഇംഗ്ലീഷിലുള്ള പ്രസംഗം ഇതിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വിലയിരുത്തേണ്ടതാണ് നമ്മൾ ഓരോ മലയാളികളും. 40,000 മലയാളികളുടെ ജോലി കളഞ്ഞു എന്ന ഒരു വലിയ അവാർഡ് കൂടെ നമ്മുടെ സർക്കാരും മേടിക്കുകയാണ്. സർക്കാരിനെ കുറ്റം പറയുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം, പക്ഷേ വാസ്തവങ്ങൾ, ഇതിൻ്റെ പിന്നിലുള്ള വാസ്തവങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. വേറെ വഴിയില്ല. മലയാളികൾ ജോലിയില്ലാണ്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു പോകാൻ പറ്റാത്ത, നമ്മുടെ മുമ്പിൽ നമ്മൾ 10 പേരെ കണ്ടാൽ അതിൽ 5 പേരും ജോലിയില്ലാത്തവരായി മാറിയിരിക്കുന്നു ഇന്ന് കേരളത്തിൽ, പ്രത്യേകിച്ചും കോവിഡിൻ്റെ സാഹചര്യത്തിൽ. അത്തരത്തിലുള്ള ഈ അവസ്ഥയിലാണ് അടുത്ത 3 മാസത്തിനുള്ളിൽ അവിടെ അദ്ദേഹം ഈ വ്യവസായ പാർക്ക് തുടങ്ങുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ 22,000 പേർക്ക് നേരിട്ടും 18,000 പേർക്ക് അനുബന്ധവുമായി 40,000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രി എത്ര ലാഘവത്തോടെ, എത്ര സിമ്പിളായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്ത് ഒരു വ്യവസായത്തിനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. 2,400 കോടി രൂപയുടെ ഒരു വ്യവസായത്തെ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അതിനെ വിവർത്തനം ചെയ്താൽ, ഞാൻ സംസാരിക്കുന്നത് ഐ എം ടോക്കിംഗ് ഫോർ ലിവിങ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എങ്ങനെ ജോലി കൊടുക്കാം, എങ്ങനെ ഒരു മറ്റേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരാൾക്ക് എങ്ങനെ പണി കൊടുക്കാമെന്നല്ല, ഒരാൾക്ക് ശരിക്കും എങ്ങനെ ജോലി കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത്. നമ്മൾ കേൾക്കേണ്ടതാണ്, കണ്ണ് തുറക്കണം, ചെവികൾ തുറക്കണം, കേൾക്കണം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. നമസ്കാരം. A very interesting story about Kitex now, because I think normally I make a lot of speeches, but I think for my friends, journalist friends here, I think I'll have to kind of spice this up a bit, so that you actually get a taste of how this entire thing has happened. One Monday, I don't recall the date, but one Monday, I'm used to reading newspapers for almost an hour and a half every day, including all business publications, because I'm the Minister for Industry and Commerce and IT as well, so I need to be aware of what goes on. So I pretty much read almost 13 to 14 publications, and besides my Twitter and WhatsApp, so of course family complains that I spend way too much time on that, but nevertheless that happens, that's my job. So one Monday when I'm reading a newspaper, I see a news report which said that Kitex Group has decided to exit Kerala, and they are taking their investment proposal of 3,500 crores somewhere else. They did not say where, he just said they are moving out of Kerala. So I just immediately clicked a picture, sent it to my dear friend, my principal secretary Jayesh Ranjan. I said, Jayesh bhai, ek kaam karo, please reach out to Mr. Sabu Jacob, because I want to talk to him. So this was on a Monday, so I'm giving you a chronology so that you understand it. Somehow Jayesh, using all his 5, 4, 6 degrees of separation, somehow managed to find out Mr. Jacob's number. So in the evening he texted me saying, sir, I think I have his number, would you like to send him a text? So I said, fine, I'll send him a text. Then I sent Mr. Jacob a text message saying, sir, I'm KT Ramarao, I'm the Minister for Industry, Government of Telangana, I would like to speak to you. He didn't respond. So I figured he's not interested, or maybe he's just not sure whether it is actually the minister or somebody else. Then somehow Jayesh convinced him that it is actually the minister who's trying to reach you. So next afternoon, on Tuesday, we had a conference call. Myself, Jayesh Ranjan and Mr. Jacob. So Mr. Jacob, that was my first conversation with him. So when I was explaining to him all the wonderful things about Telangana, I was basically telling him about the ease of doing business, the mental peace that you would have in Telangana, no harakiri in terms of bureaucracy, the government is easy to deal with, very progressive policies, our textile and apparel policy, and how we are very interested in generating employment, etc., etc. Mr. Jacob was very agitated. He was very agitated because I'm sure he has received already many calls from many governments, so he wasn't too sure that this government really means anything, because everybody is sweet in the first call, second call, so he must have thought even this guy is doing something similar. So as part of the conversation, I told him one thing. I said, listen, sir, because since we are on the phone, since this is all virtual, I want you to come to Hyderabad. I want you to experience Hyderabad. I want you to see, because in my humble opinion, because I talk for a living, I'm a politician, so I talk for a living, that's my job. I told him, seeing is believing, right? So please come down to Hyderabad, sir. We'll be more than happy to showcase Telangana for you, Warangal, Hyderabad, and showcase the various opportunities. So he said, but sir, there is COVID. So for me to fly out of Kochi, I'll have to, so I told him, please come this week. So he says, I'll have to think it over, because, scheduling, flights, etc., etc.
So immediately, instantaneously, without thinking, I said, why don't I send you a flight? Why don't I actually send you a special flight so that you can come with your team? So he said, he was taken aback. He was surprised. He said, are you serious? I said, I'm very serious. Then he said, can I announce it to the press? Can I actually tell the press in Kerala that minister from Telangana has offered to fly me in? So I said, please do share it, but with one condition. Please tell them before you are boarding the flight. Because otherwise Kerala government will come and sit right in front of your house and office and they'll not let you go. So obviously I would want that not to happen. Before you board the flight, please announce it to the press. So that's exactly what he did. So we spoke on a Tuesday. He was here on Friday or Thursday, I think it was Friday. He was here on Friday morning. He landed at Begumpet by 11 o'clock. As soon as he landed, we met almost for an hour and a half. And then we actually had lunch together. Then he flew out to Warangal and he saw the location. He came back in the evening, landed in Begumpet again and came straight to me. He said, sir, when I came in today to Telangana, when I flew in today to Telangana, I did not make up my mind. I did not think that I would actually announce. But today, after seeing your officers, yourself, your state, and the way you have received me, because I believe personally that it's not just about investment, it's about respect, trust. It's more about, the value that I add and the value that I bring to the table and how I am received in a specific state. So I am very impressed. He said, while I may not be able to commit to the entire amount, because of your gesture, because of your government's willingness, today I am going to announce 1,000 crores of investment and 4,000 employment that I will create in Warangal is what he told me. This was, I think, a month and a half ago. June it was, June. Then subsequently, my team, entire team, my compliments to my entire team because they have really put in a lot of hard work. Mihir, Shanta, Aishwarya, and all the entire Department of Textiles, in fact, in Warangal, the local collectors, the local administrators, my MLAs, everybody put in a lot of hard work. What they've done is they've given him the confidence that not only do they talk, but they actually are able to deliver also. In fact, funny thing is, he announced 1,000 crores of investment. And next morning, he went to, Rangareddy district, Chandanvelli and Sitarampur. He liked it so much. He said, Warangal, of course I liked, but I like the second location also. And I would want to invest more here. So it took him a bit of a time, obviously, to go back to his board, to talk to his directors, his family, his entire investors group, I think. And then he called me again 15 days later. He said, now we are ready. But of course, you have to take my proposal, approve it under your group of ministers, issue the government orders, etc. And then we'll formalize and announce. So I'm happy to share with you today what started as a very, very interesting conversation on the phone. Today has translated into 2,400 crores of investment in the state of Telangana in 2 locations. And most important is it is going to create direct employment to 22,000 Telangana locals. And out of which again, 85 to 90% would be our women employees in this sector. Equally important is the direct employment is 22,000. The indirect employment they would be creating is almost 18,000. So altogether in these 2 locations, Sitarampur and Warangal,